ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ 7 അൺഒഫീഷ്യൽ പോൾ റിസൾട്ട്. അവസാന ആഴ്ചയിലെ അൺഒഫീഷ്യൽ പോൾ റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സീസൺ 7 വിജയെ തീരുമാനിക്കാനുള്ള ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അവർക്ക് കൃത്യമായി ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക. തീർച്ചയായും വോട്ടുകൾ രേഖപ്പെടുത്തണം. അങ്ങനെ വോട്ടുകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഇവിടെ വിജയിക്കുകയുള്ളൂ. വലിയ രീതിയിലുള്ള വോട്ടാണ് അൺഒഫീഷ്യൽ പോളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 3 സ്ഥാനക്കാർ തമ്മിൽ വലിയ രീതിയിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ പറയാം. ഇവിടെ 7 പേരാണ് മത്സരിക്കുന്നത്. ആദില, നൂറ, നെവിൻ, അനീഷ്, അക്ബർ, ഷാനവാസ്, അനുമോൾ. ഇവരാണ് ആ 7 പേർ. 1-ാം സ്ഥാനം അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ അനുമോൾക്ക് അൺഒഫീഷ്യൽ പോളിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അനുമോൾക്ക് മാത്രമാണ് 1 ലക്ഷത്തിന് മേലെ വോട്ടുകൾ വന്നിരിക്കുന്നത്. മികച്ച രീതിയിൽ അനുമോൾ മുന്നോട്ട് പോകുന്നു. 2-ാം സ്ഥാനം അനീഷാണ്. അനീഷും ഇപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് വോട്ട് കുറവായിരുന്നു അനീഷിന് മുൻപ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട്. അനീഷും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. 90,000-ന് മുകളിലുള്ള വോട്ട് അനീഷിനും വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. 3-ാം സ്ഥാനം ഷാനവാസാണ്. ഷാനവാസും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. അനീഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഷാനവാസ് കാഴ്ചവെക്കുന്നത്. ഷാനവാസിനും 90,000-ന് മുകളിൽ വോട്ടുകൾ ഇപ്പോൾ അൺഒഫീഷ്യൽ പോളിൽ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും ഈ പറയുന്ന ഷാനവാസും അനീഷും അനുമോളെ അട്ടിമറിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ ഷാനവാസാണ് 3-ാം സ്ഥാനത്ത്. ഇനി പറയാൻ പോകുന്ന 4 പേർക്കും 50,000-ന് മുകളിൽ വോട്ട് കയറിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഇവിടെ 4-ാം സ്ഥാനത്ത് നൂറയാണ്. നെവിനായിരുന്നു മുൻപ് 4-ാം സ്ഥാനത്ത്. ഇപ്പോൾ നൂറ 4-ാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നൂറയ്ക്ക് നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നൂറയാണ് 4-ാം സ്ഥാനത്ത്. ഇവിടെ 5-ാം സ്ഥാനത്ത് നെവിൻ തന്നെയാണ്. പക്ഷെ മുൻപ് വന്നതുപോലെ നല്ല രീതിയിൽ വോട്ട് കയറുന്നില്ല. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നെവിൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 5-ാം സ്ഥാനത്ത് നെവിനാണ്. 6-ാം സ്ഥാനം അവിടെ അക്ബറാണ്. അക്ബറിന് താരതമ്യേന വോട്ട് കുറവാണ്. അതായത് സാധാരണ കിട്ടുന്ന വോട്ടുകൾ അക്ബറിന് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഇപ്പോൾ 6-ാം സ്ഥാനത്താണ് അക്ബർ. ഏറ്റവും അവസാനം ആദിലയാണ്. ആദിലയ്ക്ക് വളരെയേറെ വോട്ട് കുറവാണ് കാണപ്പെടുന്നത്. എന്താണ് കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തു പോകും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. 1-ാം സ്ഥാനം അനുമോൾ, 2-ാം സ്ഥാനം അനീഷ്, 3-ാം സ്ഥാനം ഷാനവാസ്, 4 നൂറ, 5-ാം സ്ഥാനം നെവിൻ, 6 അക്ബർ, ഏറ്റവും അവസാനം ആദില. ഇവിടെ ആദ്യ 3 സ്ഥാനക്കാർ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ പോളിൽ ഇവർക്ക് കൃത്യമായി എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് നിമിഷവും വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. പല അട്ടിമറികളും നടക്കും. ഇതേ അവസ്ഥ തന്നെ ആവണം ഹോട്ട്സ്റ്റാറിൽ എന്നില്ല. നമ്മൾ അൺഒഫീഷ്യൽ വോട്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ വോട്ട് ഒരുപക്ഷെ ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ മാറിയേക്കാം. അതും എടുത്തു പറയുന്നു. അൺഒഫീഷ്യൽ പോളിൽ ആര്യൻ 4-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ആര്യൻ എവിക്റ്റ് ആയത്. അതായത് അന്ന് 7 പേരോളം നോമിനേഷനിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് 4-ാം സ്ഥാനത്ത് അൺഒഫീഷ്യൽ പോളിൽ ആര്യനായിരുന്നു. അപ്പോഴാണ് ആര്യൻ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ഏറ്റവും അവസാനം. അങ്ങനെ ആര്യനാണ് അന്ന് ഔട്ടായത്. അതുപോലെ ഇവിടെയും മാറ്റങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ അനീഷ് ആയിരിക്കാം 1-ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കാം, അല്ലെങ്കിൽ അനുമോൾ തന്നെ ആയിരിക്കാം. എന്താവും എന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.